ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നവംബർ 23 എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അമ്മയുടെ മാത്രമല്ല എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ. അപ്പം ഞാൻ ഈ ക്ലാസ് ടീച്ചറിൻ്റെ വീട്ടിൽ പോകാനായിട്ട് പോവാണ്. അപ്പം റെഡി ആവണം. ഇപ്പോൾ 1:30 2:30 ആകുമ്പോഴത്തേക്കാണ് അവിടെ എത്തുന്നത്. എത്ര മണിക്ക് എത്തുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ 2:30 ആവുമായിരിക്കും എത്തുമ്പോഴത്തേക്കും. ഞങ്ങളുടെ ചമ്പക്കുളം ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ടാണ് പറഞ്ഞത്. അപ്പം ചമ്പക്കുളം ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. കാരണം ഇനിയിപ്പം ലേറ്റ് ആവും റെഡി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പം എന്തായാലും റെഡി ആയിട്ട് വരാം. അപ്പം ഞാൻ ചമ്പക്കുളം ബസ് സ്റ്റോപ്പിലെത്തി. ഈ 2 കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് മിസ് അപ്പുറത്തോട്ട് വിളിക്കാനായിട്ട് പോവാണ്. ഞങ്ങൾ ചമ്പക്കുളം ബസ് സ്റ്റോപ്പിൽ മിസ്സിൻ്റെ കാറിൽ കയറി മിസ്സിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ മിസ്സിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. അവിടെ എത്തി. വേറെ പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വെച്ച് അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് എല്ലാ എണ്ണത്തെയും നിർബന്ധിക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല ബാക്കിയുള്ളവരും അവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. കേക്ക് ചെറുതായിട്ടൊന്നും അതിൻ്റെ ക്രീമൊന്നും പോയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മയാണ്. ഞങ്ങളുടെ സ്കൂളിലെ ബയോളജി മിസ്സുമാണ്. ഇത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. എല്ലായിടത്തും എൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പുറത്തു നോക്കിയ അപ്പുറത്ത് എൻ്റെ പുറകിൽ മൊബൈലുണ്ട്. എല്ലായിടത്തും എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് മിസ്സിനെ ഞങ്ങൾ അകത്തോട്ട് കയറ്റി. ഇനിയിപ്പോൾ മിസ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ലച്ചു അപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇപ്പുറത്തുനിന്ന്. മിസ്സേ ചെല്ല്, ഇവിടെ നിന്ന് മിസ്സേ സാരമില്ല മിസ്സേ പൊട്ടിക്കാം. ഞാനവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇത് കുറേ ദിവസത്തിന് മുമ്പെടുത്ത വീഡിയോ ആണല്ലോ. എനിക്ക് സംഭവം എഡിറ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇതിലെ ചെറിയ വിഷയസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബർത്ത്ഡേയുടെ. അതെ, കേക്ക് കെട്ടിയാനായിട്ട് പോവാണ്. അതിന് മുമ്പ് പോപ്പറെല്ലാം ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഇതാണ്. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുവാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ കവർ ഒരു മൊബൈലിൻ്റെ ഇത് എല്ലാവരും അവിടെ സംസാരിക്കുവാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുവാണ്. ഇത് ഗിഫ്റ്റ് കൊടുക്കുവാണ് എല്ലാവരും. ഇത് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വരുമ്പോൾ കണ്ടോടി. ഒത്തിരുന്ന് കണ്ടോ? ഷോർട്സ് എടുക്കണം. ഇതിപ്പോൾ ഷോർട്സ് പോയി. എന്താണ് കൈ പോയി. കൊച്ചിനെ പിള്ളേർ പിടുത്തക്കാർ പിടിച്ചേ. ഹായ് ഹായ് എടുക്കുന്നുണ്ട്. ഹലോ, ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടാണ് പോകുന്നത്. ഫോട്ടോസ് എടുക്കാനായിട്ട് പോവാണ് ക്ലാസ്സിലെ എല്ലാവരുടെയും. എന്തോ സെൻഡ് ചെയ്യണേ കേട്ടോ.
ക്ലാരിറ്റി ഇതിനാണ് ഇതേനല്ല സെൻഡ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ എന്നത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ബോയ്സ് ക്യാമ്പ് മൊത്തം ഉണ്ടല്ലോ ഇവിടെ. ഹായ് ഐവി. ഐവി ഇതൊന്നും അറിയുന്നില്ലേ? എന്തോ അത് അടിച്ചു കൊടുത്താൽ കിട്ടും നിനക്ക്. എൻ്റെ മൊബൈലിനകത്ത് കയറിയിരിക്കും. അയ്യോ അവിടെ ജസ്റ്റ് മിസ്. ഇപ്പം നീ ഇത് കാണിക്കുന്നതെല്ലാം കണ്ടേനെ. ഹലോ ആഞ്ചലോ, നിനക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോടാ? കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. സൂപ്പർ. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും കൂടി മേടിച്ച ഗിഫ്റ്റാണ് കേട്ടോ. ഇത് മിസ്സിന് വേണ്ടി കൊടുക്കാനായിട്ട് മേടിച്ചോ. നമ്മൾ ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ കറക്റ്റ് മേളിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതിനകത്ത് എങ്ങനെയുണ്ടടാ? നമുക്ക് പ്രാർത്ഥിക്കുന്ന അവിടെ കൊണ്ട് വെക്കാം. ഓക്കെ, ഇത് ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ കൊള്ളാം. എടാ മാർക്കേടാ, നിന്റെ കൈ മാറ്റിക്കടാ. മിസ്സിനെ കാണുന്നില്ല. എല്ലാവരും അവിടെ ഗിഫ്റ്റ് പൊട്ടിച്ച ആകാംക്ഷയിലിരിക്കുവാണ്. ആരത് ആരത് ചോദിച്ചു. എൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ച് മേടിക്കുന്നുണ്ട്, ആവശ്യത്തിലെത്തിക്കാം. മിസ് അനഹം കൊണ്ടുവന്നെയാ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വന്ന ഗിഫ്റ്റാണ് ഇത് പൊട്ടിക്കുന്നത്. മിസ് അത് പൊട്ടിക്കരുത് പൊട്ടിക്കരുതെന്ന് പറയുകയാണ്. അപ്പം ഞാൻ പൊട്ടിക്കാനായിട്ട് പറയുവാണ് കേട്ടോ. എൻ്റെ ആയിരിക്കും കുടുംബം അല്ലടി. വെരി ഗുഡ്. തുടച്ചാൽ പോവത് ജസ്റ്റ് വൈപ്പ് ചെയ്താൽ പോകുന്നത്. ചെരുപ്പ് ഇവിടെ തുറക്കൽ ഞാൻ ഇരുന്നാക്കി. ഇട്ട് നോക്കും മിസ്സേ. ചെരിപ്പെടുന്ന വീഡിയോ അതുവരെ അയ്യോ എൻ്റെ മുടി. കൊച്ചിൻ്റെ മുടി കളയുന്നു. ചന്ദനം പോയി. എടുത്തെടുത്ത് പോണം. എടുത്തു. അവന് കുറേ എടുത്തിയേ. നിന്നെ എടുത്തിട്ടുണ്ട്. നീ മാസ്ക് മാറ്റി. ഇല്ല അതെടുത്തില്ല. അതെടുത്തില്ല. അമ്മയാണ് ഞാൻ എടുത്തില്ലത്. ഇപ്പൊ എടുത്ത് പറഞ്ഞുതരാം. സെർച്ച് ചെയ്തോ കിട്ടും. പിന്നെ ഫേമസ് ഈ മാസ്ക് ഇട്ടതേ ഉള്ളൂ. മാസ്ക് ഇട്ടതില്ല. മാസ്ക് ഇവിടെ ഞാൻ കാണിച്ചു. ഞാൻ കണ്ടുപിടിച്ചു. ഇവന് വേറെ രൂപയ്ക്കുണ്ടായില്ലോ. എവിടെ പോയി കൊടുത്തതോ? ആ പെർഫ്യൂം എടി അതുകൊണ്ടല്ലേ നിന്നോട് തപ്പി പിടിക്കാൻ പറഞ്ഞേ. കണ്ടോടാ
നീ കൊടുക്കുമോ അതിനകം മാസ്ക് ക്യൂ ഒക്കെ എനിക്ക് അതിൻ്റെ അത് കേട്ട് മിസ്സേ അവൾക്ക് മിസ്സിനോട് ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം. പിന്നെ ഞങ്ങൾ മിസ്സിനോട് ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച് നേരം. എനിക്ക് മാത്രമേ ധൈര്യമുള്ളൂ. ഇച്ചിരി ധൈര്യം കൂടി പോയതാ. ഞാൻ പിടിക്കാം. നീ പിടിച്ചോ, കൈ നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങളിതേ ഫ്രണ്ട്സ് ഫോട്ടോ എടുത്ത് കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തീംസിൻ്റെ കാറ് കയറിയിരുന്നു കേട്ടോ. ഞങ്ങളിതേ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുവാണ്. പിന്നെ ബസ്സൊന്നും അവിടെ നിന്ന് കിട്ടാത്ത കാരണം വീണ്ടും മിസ്സിൻ്റെ കാറിൽ കയറി മിസ് ഞങ്ങളെ മങ്കമ്പി കൊണ്ടിറക്കി കേട്ടോ. അപ്പോൾ എൻ്റെ അവിടെ നിന്ന് എനിക്ക് കോട്ടയം ബസ് കിട്ടി. ഞാനിപ്പോൾ ബസ്സിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നടന്നായിരുന്നു. പിന്നെ വീട്ടിലോട്ടാണ് ഞാൻ കുറേ പോസ്റ്റ് അടിച്ചിട്ടാണ് ബസ് എത്തിയത്. മഴ ചാറുന്ന കാരണം ഞാനൊരു തോള് തലയിലിട്ട് ഓടുവാണ് കേട്ടോ. ഫ്രഷാണ്. ഇവിടെ ബാക്കി ഉണ്ടായിരുന്നറിയാം. വീട്ടിൽ പോയിട്ടുണ്ട്. എൻ്റെ നടക്കുവാണ്. ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 6 മണിയായി. വീട്ടിലോട്ട് പോയി. നല്ല മഴ കൊണ്ട് ഞാൻ വീടെത്താറായിട്ടില്ല. മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ഇത്രയും ഞാൻ നടന്നത് വീട്ടിൽ കുറേ ദൂരമുണ്ട്. അടക്കാം. പോസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ എത്താൻ തുടങ്ങി. അയ്യോ ഈ പോടാൻ നിവർത്തിയുള്ളൂ. വീടെത്തിയില്ല. എന്തെങ്കിലും മഴ കൂടിയപ്പോഴത്തേക്ക് ജസ്റ്റ് കയ്യിലുണ്ടായിരുന്ന ഷാളെടുത്ത് തലയിൽ ഇട്ടിരിക്കുവാണ്. ഷാളുള്ളതിൻ്റെ ഉപകാരം കുറച്ചും കൂടെ നടന്നാൽ വീടെത്തും. നടക്കാം. ഞാൻ പിന്നെ ഇടയ്ക്ക് കടയിൽ കയറി മിഠായിയൊക്കെ മേടിച്ച് കേട്ടോ. വീടെത്തി തലയിൽ നനഞ്ഞു. ഇത്ര 6:15 വരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മിസ്സിനെ വിളിച്ച് എത്തിയെന്ന് പറയാം. ഇപ്പോൾ ഇത് 8 മണി കഴിഞ്ഞ് കേട്ടോ. ഇതേ കുളിച്ച് ഫ്രഷെല്ലാം ആയിട്ടിരിക്കുവാണ് കേട്ടോ. കുരിശെല്ലാം വരച്ച് ഒന്ന് മൈൻഡ് കുറച്ചേരം ഒന്ന് കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ ഇത് യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് അധികം ചെയ്തില്ലായിരുന്നു. കാരണം മിസ് സമ്മതിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു എല്ലാം. അപ്പോഴത്തേക്കും എന്തായാലും മിസ് സമ്മതിച്ചു. ഞങ്ങളുടെ ഫാദർ സ്കൂളിലെ പ്രിൻസിപ്പാൾ സമ്മതിച്ചു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് മിസ്സുമാരുടെ വീട്ടിൽ പോയാലും അത് കണക്ക് തന്നെ കേക്ക് കട്ടിയാലും ഞങ്ങളെ സ്കൂളിലാണെങ്കിലും നല്ല 7th തൊട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് മിസ്സിൻ്റെ ഇത് കണക്ക് 9th എത്തിയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ 2 കേക്കെല്ലാം മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മിസ്സുമാരുടെ വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്കും ഒരു ഫസ്റ്റ് അനുഭവമായിരുന്നു, മിസ്സിനും ഒരു ഫസ്റ്റ് അനുഭവമായിരുന്നു. ഞങ്ങളിപ്പം 2:30 ആകുമ്പോഴത്തേക്കും വരാനായിട്ടായിരുന്നു പറഞ്ഞത്. 2:45 ആയപ്പോഴത്തേക്കും 2:40 ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത് ചമ്പക്കുളം ബസ് സ്റ്റോപ്പിൽ. അവിടെ നിന്ന് മിസ് വന്ന് പിക്ക് ചെയ്യുമായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു. കുറേ പേരുണ്ടായിരുന്നു. 1-2 പേര് മാത്രമേ വരാത്തുള്ളൂ തോന്നുന്നു. അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കും. മിസ് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ. പിന്നെന്തുവായിരുന്നു ഫുഡ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ ഏകദേശം 5 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു. മിസ്സിൻ്റെ കൂടെ കുറേ നേരം ഫോട്ടോ എടുത്തു. അത് കണക്ക് തന്നെ ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നും കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം അന്നേരത്തെ തിരക്കിൽ കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എടുത്തില്ലല്ലോ ബാക്കിയുള്ളവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ തന്നെ മേടിക്കും. ഞാൻ വേറെ വീഡിയോ മേടിച്ചിലൂടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മേടിക്കാനായിട്ട് സമയം കിട്ടിയില്ല. 5:30 എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ ഇതെല്ലാം. ചമ്പക്കുളം ബസ് സ്റ്റാൻഡിൽ തന്നെ തിരിച്ചു വന്നു. ബസ്സുണ്ടല്ലോ. അപ്പം അങ്ങനെ ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. ബസ്സിലാണ് വന്നത് കേട്ടോ. ഞങ്ങൾ ആദ്യം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കയറി ആലപ്പുഴ ബസ്സിലായിരുന്നു. പക്ഷേ അത് വേറൊരു റൂട്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ആ റൂട്ടല്ലായിരുന്നു കേട്ടോ. പിന്നെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ നേരത്താണ് ഞാൻ ഇറങ്ങി ആ ബസ്സല്ലെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും കൂടി പെട്ടെന്ന് ഇറങ്ങി. മിസ്സിനെ വിളിച്ച് പറഞ്ഞു മിസ് ചെയ്ത് കണക്ക് ബസ് വേറെ റൂട്ടാണ്. മിസ് പറഞ്ഞു ആ സ്റ്റോപ്പിൽ ഇറങ്ങി വയ്ക്കാൻ തന്നെ. ഞങ്ങളപ്പം കുറച്ച് പോയി ഓടി തിരിച്ച് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ തിരിച്ചു വന്നു.
പിന്നെ വേറൊരു ബസ് വന്ന് പായിപ്പാട് റൂട്ട് എന്താണെന്ന് തോന്നുന്നത്, ചങ്ങനാശ്ശേരി. അപ്പം അവിടെ അത് കയറാൻ പറ്റത്തില്ല, ഞങ്ങളത് കയറിയില്ല. പിന്നെ മിസ് ഞങ്ങളെ രണ്ടിനെയും കൂടി മങ്കമ്പ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിറക്കി. അവിടെ നിന്ന് പിന്നെ എനിക്ക് കോട്ടയം ബസ് കിട്ടി. ഞാൻ തിരിച്ച് വന്നു. അപ്പോൾ നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷാള് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്ത് തലയിലിട്ടുകൊണ്ട് ഓടി ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ വീട് എത്താറായപ്പോഴത്തേക്കും അമ്മച്ചി എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ ടൈറ്റാനിക് പാലത്തിൻ്റെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ പിന്നെ വഴക്കറിയാം, എന്തിനാ അവിടം വരെ പോയത്, ഞാൻ ഇത് കണക്ക് സെൻറ്റ് ആൻ്റണീസ് കഴിഞ്ഞു, തങ്കച്ചാർ വീടെത്താറായെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മച്ചി തിരിച്ച് വരാൻ തുടങ്ങി. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി അമ്മച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്തായാലും നനഞ്ഞു, അപ്പോൾ ബാക്കിയും കൂടി നനയാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മച്ചിയായിട്ട് കുടയിൽ കയറി ഇവിടെ എത്തിയപ്പോൾ 6:15 കഴിഞ്ഞു. പിന്നെ മിസ്സിനെ വിളിച്ചു പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു. പിന്നെ എൻ്റെ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞായിട്ട് ഞാൻ പിന്നെ പോയി കുറച്ച് നേരം എണ്ണയൊക്കെ ഇട്ട് കുറച്ച് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് തലയൊന്ന് മസാജൊക്കെ ചെയ്ത് അതുകൊണ്ട് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഇടാന്ന് വന്നു. അതിനായിട്ട് കുറച്ച് നേരം കിടന്ന് പിന്നെ കുറച്ച് അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഇത് കണക്ക്. ഭയങ്കര തുടക്കം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലാസ്റ്റ് വിചാരിച്ച കണക്കെല്ലാം കാര്യങ്ങൾ നടന്നു. പിന്നെ ഇപ്പം നാളെ സ്കൂളിൽ പോകണം, എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെക്കണം. ഇത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.